ഹലോ, അപ്പോൾ നമുക്കൊരു പൊരിച്ച കോഴി ബിരിയാണി റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ അതിൽ നിന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ചിക്കൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധം ഒന്ന് കുഴച്ച് കൊടുക്കണം. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്കൊന്ന് ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിലായിട്ട് ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ അതേ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മുകളിൽ ഒരു സ്മെല്ലിനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം വേവിച്ചാൽ തന്നെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്ത ചോറൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്ക് ആക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊരിച്ചെടുക്കണം. നേരത്തെ ഒരു വലിയ സവാളയായിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം സൈസ് സവാളയായിട്ട് ചേർത്ത് കൊടുത്തിക്കണം. അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചിട്ട് അതിൻ്റെ മുകൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ. ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ ബാക്കി 1 ടീസ്പൂൺ കശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളീൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചിക്കനും ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാതെ അതുപോലെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് തുറന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇങ്ങനെ മല്ലിയില ചെറുതായി അരിഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ദമ്മിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.